മലയാളത്തിന്റെ സൗകുമാര്യമായിരുന്ന സുകുമാരി അമ്മ വിടവാങ്ങിയിട്ട് ഇന്നേക്ക് 12 വർഷം. 6 പതിറ്റാണ്ട് നീണ്ട അഭിനയ ജീവിതത്തിൽ 2500-ലേറെ സിനിമകളിലാണ് സുകുമാരി അഭിനയിച്ചത്. ഇന്നും മലയാളി പ്രേക്ഷകർ ടെലിവിഷനിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും നിത്യവും സുകുമാരി അമ്മയുടെ കഥാപാത്രങ്ങളെ കണ്ട് ആസ്വദിക്കുന്നു. ഒരു ഓർമ്മ ചിത്രം കാണാം. മലയാള സിനിമയിൽ 6 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ നടി, 2500-ലേറെ സിനിമകൾ, എണ്ണമറ്റ കഥാപാത്രങ്ങൾ, 6 ഭാഷകളിലേക്ക് നീണ്ട അഭിനയ സബരിയ. ബോയിങ്ങിലെ ഡിക്കമ്മായി, വന്ദനത്തിലെ കർക്കശക്കാരിയായ മാഗി ആൻറ്റി, തലയണ മന്ത്രത്തിലെ പരിഷ്കാരിയായ സുലോചന തങ്കപ്പൻ, അങ്ങനെ എത്രയെത്ര അനശ്വര വേഷങ്ങൾ. പ്രതിച്ഛായയിൽ കുടുങ്ങിക്കിടക്കാതെ ഏത് റോളും തന്മയത്തോടെ ചെയ്യുന്ന നടിയായിരുന്നു സുകുമാരി. അഭിനയിക്കാൻ മടി തോന്നുന്നതോ അഭിനയിക്കാൻ പറ്റാത്തതോ ആയ വേഷമില്ല. ഒരാർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ കിട്ടുന്നതെല്ലാം നല്ല വേഷങ്ങളായി കണക്കാക്കണം. സിനിമയിൽ മോശപ്പെട്ട കഥാപാത്രം എന്നൊന്നില്ല. ഇതായിരുന്നു അഭിനയത്തെക്കുറിച്ച് സുകുമാരിയുടെ നിലപാട്. പത്താം വയസ്സിൽ ഒരിരവെന്ന തമിഴ് ചിത്രത്തിലെ ഗാനരംഗത്തിലൂടെയാണ് സുകുമാരി ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. പത്മിനിക്കൊപ്പം ഷൂട്ടിംഗ് കാണാനെത്തിയ സുകുമാരിയെ സംവിധായകൻ നീലകണ്ഠൻ അഭിനയിക്കാൻ ക്ഷണിക്കുകയായിരുന്നു. തസ്കരവീരനാണ് ആദ്യ മലയാള ചിത്രം. പ്രധാന വേഷത്തിൽ അഭിനയിക്കേണ്ട നടി എത്താത്തതിനാൽ നൃത്തസംഘത്തിൽ അംഗമായ സുകുമാരിക്ക് അവസരം ലഭിക്കുകയായിരുന്നു. നൃത്തത്തോടൊപ്പം നാടകങ്ങളിലും സുകുമാരി സജീവമായിരുന്നു. പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ള വേഷങ്ങളിൽ സുകുമാരിയമ്മ നിറഞ്ഞാടി. പിന്നീട് ഹാസ്യവേഷങ്ങളും അമ്മ വേഷങ്ങളും ഒരുപോലെ സുകുമാരി ഭദ്രമാക്കി. വിട പറഞ്ഞ് ഒരു വ്യാഴവട്ടം പിന്നിട്ടിട്ടും ഇന്നും വീട്ടിലെ ഒരു അംഗത്തെ എന്ന പോലെ സുകുമാരിയമ്മയെ നമ്മൾ എന്നും കാണുന്നു, സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.